അരുൺ, എന്തായാലും നമുക്കൊന്ന് പമ്പയിലേക്ക് പോകാതെ വയ്യല്ലോ. കാരണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. തീർച്ചയായും ഇത്ര വലിയ ദൂരത്തൊക്കെ നടക്കുകയല്ലേ. 30 ക്യാമറയല്ല, നമ്മൾ കൃത്യമായിട്ട് തന്നെ അവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ ആ ബൈറ്റ് കേട്ടു. കാരണം അന്നത്തെ ദേവസ്വം മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് അല്ലേ? അതെ, അല്ല, ഒരു പേര് കൂടി അന്ന് മുദ്ര കുത്തി തന്നില്ല, തീവ്രവാദികൾ. അന്നൊരു പേര് കൂടി നമുക്ക് മുദ്ര. കാരണം അന്ന് പ്രതിഷേധിച്ച ഭക്തരെല്ലാം അതെ തീവ്രവാദികളായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ജനൻ ടി വി തീവ്രവാദികൾ എന്നൊക്കെയായിരുന്നു. ഇന്ന് ഭക്തർക്കൊപ്പം നിന്ന് ശരണം വിളിക്കാനും അറിയാം. തീർച്ചയായും. എന്തായാലും നമ്മൾ പമ്പയിലേക്ക് പോവുകയാണ്. പമ്പയിൽ ഗംഭീരമായ ഒരു മാമാങ്കം തന്നെയാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിലേക്ക് നമുക്ക് വിശേഷങ്ങൾ അറിയേണ്ടി വരും, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന്. മനോജ് ഉണ്ട് നമുക്കിപ്പോൾ തത്സമയ വിവരങ്ങൾ നൽകാനായി. മനോജ്, സ്വാഭാവികമായിട്ടും നമുക്ക് ആ വിശേഷങ്ങൾ അറിയണം. പക്ഷേ ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായ കുറേ നിയന്ത്രണങ്ങൾ അവിടെ കടുപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നടത്തിക്കോ, പക്ഷേ പമ്പയെ മലിനീകരിക്കരുത്, പുണ്യനദിയാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഭക്തർക്ക് ഒരു തരത്തിലുള്ള വിലക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. വരുന്ന പ്രതിനിധികൾ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോൺസർമാർ, അവരൊക്കെ VVIP പരിഗണന കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന ഉപാധികളും നിയന്ത്രണങ്ങളും വെച്ചിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? ആ 30 ക്യാമറകൾ അവിടെ ഒരുക്കി വെച്ചിട്ടില്ലേ മനോജ്? ശ്യാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വളരെയധികം ആർഭാടപൂർവമായി തന്നെയാണ് ഈ ഒരു സംഗമം നടത്തുന്നത്. ഒരു അയ്യപ്പ സംഗമം എന്നതിലുപരി നമുക്കിതിനെ കണ്ടാൽ മനസ്സിലാകും ഒരു വ്യാവസായിക സംഗമം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ആദ്യ തട്ടിലായി VIP മാർക്കടക്കം ഇരിക്കുവാനുള്ള ഒരു സംവിധാനം, അതിനു പുറകെ മറ്റൊരു തട്ടിൽ അടുത്ത കസേരകൾ, അതിനു പുറകെ മറ്റുള്ളവർക്ക് ഇരിക്കുവാനുള്ള കസേരകൾ, അങ്ങനെയൊക്കെ ഈ സെൻട്രലൈസ്ഡ് AC കൂടിയുള്ള അത്തരത്തിലുള്ള ഒരു ഹൈടെക് രീതിയിലുള്ള ഒരു സംഗമമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വേദിയടക്കം വ്യക്തമാണ്. വലിയൊരു വേദി, പൂക്കളൊക്കെ കൊണ്ട് നിറച്ച്, അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണോ ഈ പുറത്തു നിന്നുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ സമ്പന്നരെയും ഒക്കെ വരവേറ്റുകൊണ്ട് ഒരു ചടങ്ങിലേക്ക് ഇരുത്തുക, അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് എത്തുന്ന അതിഥികൾക്ക് പൂക്കൾ കൈമാറിക്കൊണ്ട് അവരെയൊക്കെ ആനയിച്ചുകൊണ്ട് ഇരുത്തുവാൻ വേണ്ടി നിരവധി ജീവനക്കാരെയും ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരടക്കം ഇവിടെ വോളണ്ടിയർമാരും അതോടൊപ്പം തന്നെ അവരൊക്കെ ഇവിടെ സജീവമായി തന്നെ എല്ലാവരെയും, അതായത് ഇവിടേക്ക് എത്തുന്ന ആളുകളെയൊക്കെ ആനയിച്ചു കൊണ്ടിരുത്തുന്നവരായി മാറിയിരിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദേവസ്വം ബോർഡിന്റെ തന്നെ വിവിധ വകുപ്പുകളുടെ തന്നെ ജീവനക്കാരൊക്കെ ഇവിടെ സജീവമായി തുടരുന്നുണ്ട്. അവരൊക്കെ പുറത്തു നിന്നും എത്തുന്ന അതിഥികളെ ആനയിച്ച് അവർ എവിടെയാണോ ഇരിക്കേണ്ടത്, അതായത് ഓരോരുത്തർക്കായി ഓരോ വിഭാഗത്തിലാണ് ഇവിടെ കസേരകൾ, ഇരിപ്പിടമടക്കം സജ്ജീകരിച്ചിരിക്കുന്നത്. അതും ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇപ്പോൾ ഈ എത്രത്തോളമാണോ ഇതിൻ്റെയൊക്കെ ആർഭാടം എന്ന് പറയുന്നത്, ഒരു 7 കോടിയാണ് ഇതിൻ്റെ മുഴുവൻ ചിലവ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഈ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ വേണം ഈ ഒരു സംഗമം നടത്താനെന്നാണ് കോടതിയും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഇന്നത്തെ ദർശന സമയം അടക്കം, അതായത് ദർശനത്തിനെത്തുന്ന ആളുകൾക്കടക്കം നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടേക്ക് എത്തുന്നവർക്ക് മുഴുവൻ പേർക്കും ദർശനം ഒരുക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടേക്ക് ഈ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നവർ ദർശനത്തിന് പോകുമ്പോൾ മറ്റു ഭക്തർക്ക് അത് ബുദ്ധിമുട്ടായി മാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പുറത്തേക്ക് പോകുമ്പോൾ വലിയൊരു പന്തൽ തന്നെയാണ്. 3 വേദികളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 3 വേദികളിലായാണ് ഓരോ വിഷയം, അതായത് ഉദ്ഘാടന സഭ കഴിഞ്ഞാൽ പിന്നെ ഓരോ വിഷയവും ചർച്ച ചെയ്യുക ഈ 3 വേദികളിലായാണ്. അതൊക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് ഈ പമ്പ മണപ്പുറത്ത് തന്നെ വിവിധ ഇടങ്ങളിലായാണ് ഈ വേദികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് ആളുകളൊക്കെ വരുന്നുണ്ട്. അവരെ ഈ ദേവസ്വം ജീവനക്കാരൊക്കെ അടക്കം ഉള്ളിലേക്ക് കയറ്റി അവരെയൊക്കെ ഓരോ ഇരിപ്പിടങ്ങളിലായി ഇരുത്തുന്നുണ്ട്. എന്തായാലും പുറത്തു നിന്നും രജിസ്റ്റർ ചെയ്താണ് ഉള്ളിലേക്ക് കയറുന്നത്. ഈ ഒരു സംഗമവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു. പലരും, അതായത് ഈ ഇവരുടെയൊക്കെ ക്ഷണിച്ചിട്ടുള്ള പലരും പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം പലരും ഈ ഒരു സംഗമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ദേശശുദ്ധി
എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലായി ഇന്ന് വന്നിരിക്കുകയാണ്. എവിടുന്നാ വരുന്നേ? கோயம்புத்தூர். രജിസ്റ്റർ പണി വന്നിരുന്നു. ரெஜிஸ்டர் பண்ணி வந்திருக்கு. 10 days before registered. Registered 10 days before. Yes sir, yes sir. അപ്പോൾ തമിഴ്നാടിൽ നിന്നടക്കം ഭക്തർ വരുന്നുണ്ട് എന്നുള്ളതാണ്. ബാംഗ്ലൂരിലാണ്. അപ്പോൾ പലരും ഇങ്ങനെ എത്തുന്നുണ്ട്. അവരെയൊക്കെ പുറകിലായി ഇപ്പോൾ ഇരുത്തുന്നുണ്ട്. ഇനി മുൻപിലത്തെ ആ ഒരു ഇടമൊക്കെ പലർക്കും വേണ്ടി അങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സമ്പന്നരെ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരെയൊക്കെ അങ്ങനെ കാത്ത് പുറത്ത് ഒരുപാട് ജീവനക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടരുമ്പോൾ പലരും ഇന്ന് ഈ മലയേറിയ സമൂഹം വരെ പിന്നെ അതിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ ഒരു കാലത്ത് ഈ വിശ്വാസങ്ങളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശബരിമലയെ തന്നെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചവർ പിന്നീട് അത് ആ ഒരു വിശ്വാസം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മറ്റൊരു തരത്തിലേക്ക് ഈ ഒരു സംഗമം കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിൽ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. കാരണം മാസ്റ്റർ പ്ലാൻ കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ പറയുന്നതാണ്. പക്ഷേ ആ മാസ്റ്റർ പ്ലാനിൽ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ നിലവിലെ ഒരു സാഹചര്യം വെച്ച് മനസ്സിലാക്കാം. പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് കഴിഞ്ഞ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ രീതിയിൽ ഇതൊക്കെ നേരത്തെ ചെയ്തുകൂടെ? ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത്രയേ ഉള്ളൂ. ഇതിന് എന്തിനാണ് ഈ കൊട്ടിഘോഷിച്ച ഇത്രയും വലിയൊരു മഹാമഹം എന്തിനാണ്? ഇപ്പൊ അതിനകത്ത് ഒരു സെഷനുണ്ട്, അതായത് ഈ ആൾക്കൂട്ട നിയന്ത്രണം. അവിടെയും ശ്രദ്ധിക്കണേ, വേർഡ് ഉപയോഗിച്ചത് ആൾക്കൂട്ട നിയന്ത്രണമാണ്. ശബരിമലയിലും സന്നിധാനത്ത് എത്തുന്നത് ഭക്തരെയാണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ക്രമീകരണം ഒരുക്കേണ്ടത്, ആൾക്കൂട്ടത്തെ അല്ല. അവിടെ തന്നെ പ്രശ്നമുണ്ട്. എങ്കിലും അതിനെപ്പറ്റി സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ 4-3 IPS ഓഫീസർമാരാണ്. ഇവരെന്തിനാ ഈ പൈസ മുടക്കി ഇവിടെ വന്ന് ഇത് നടത്തുന്നത്? അവിടെ ഇരുന്ന് ഒരു വ്യക്തമായ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി അതങ്ങ് നടപ്പിലാക്കിയ പോരെ എന്നൊരു ചോദ്യമാണ് വരുന്നത്. എന്തായാലും ഞങ്ങളിപ്പോ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലെ 4 കെട്ടിന് അകത്ത് വെച്ചായിരുന്നു നമ്മൾ ഈ വാർത്താ പുലരി തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കൊട്ടാരം, ഭഗവാന്റെ ബാല്യകാലം. ഒരുപക്ഷെ എത്ര വലിയ വൈകാരികമായി തോന്നുന്നതായിരുന്നു അതാണ്. കാരണം ഭഗവാൻ പിഞ്ചുപാദം വെച്ച് നടന്ന സ്ഥലത്താണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. ആ വാക്ക് തന്നെ കടമെടുക്കുകയാണ് ഞാൻ. ഇതൊരു പൂർവ്വജന്മ സുഹൃതം തന്നെയാണ്, അല്ലേ അരുൺ? തീർച്ചയായും നമുക്കതാണ് നമ്മളൊരു വാർത്ത ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു വൈകാരികമായ നിമിഷം. കാരണം നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ല നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു അനുഭൂതി. എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഇന്നത്തെ ഈ ഒരു ദിവസം ഭഗവാൻ നമുക്കായി തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമായ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം തന്നെയായിരിക്കും ഇത്. പ്രത്യേകിച്ച് ജനം ടിവിയെ സംബന്ധിച്ചോളം ഇന്നത്തെ വാർത്താ പുലരി ഭഗവാന്റെ ഈ മണ്ണിൽ നിന്നും, ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നും നമുക്ക് തുടങ്ങാനാകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് സുഹൃതമാണ്. അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് യുവതീ പ്രവേശന വിധി, അമ്മയെ കിട്ടി, ഒരു ചാൻസ് കിട്ടി എന്നും പറഞ്ഞ് ചാടിക്കേറി തുള്ളി ആക്ടിവിസ്റ്റുകളെ മുഴുവൻ, രഹന ഫാത്തിമ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂടി പോലീസിന്റെ ചട്ടയൊക്കെ ഇട്ട് മല കയറ്റിയ ഒരു നയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അരുൺ, അന്ന് ലോകമെമ്പാടുമുള്ള അമ്മമാർ, അവിടെയാണ് എടുത്തു പറയേണ്ടത്, അമ്മമാർ വ്രണിത ഹൃദയരായി കണ്ണീര് പൊഴിച്ചുകൊണ്ടാണ് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടത്. എന്തായാലും അരുൺ ഉൾപ്പെടെയുള്ള ജനം ടിവിയുടെ അന്നത്തെ റിപ്പോർട്ടർമാർ ശക്തമായി തന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ 30 ക്യാമറ മാത്രമല്ല, അതിന് പിന്നിൽ ഒരു 100 മിഴികൾ കൂടി ഉണ്ടായിരുന്നു. അത് തുറന്നു വെച്ചു ജാഗ്രത പാലിച്ചു. എന്തായാലും നമുക്കൊപ്പം ഇനി അതിഥികൾ ചേരുന്നുണ്ട്. അതിഥികളിലേക്ക് വരാം. വളരെ വിശേഷപ്പെട്ട അതിഥികളുണ്ട്. അതൊരു സസ്പെൻസ് ആണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം.